സ്വന്തം ക്ഷേത്രത്തിലെ പൂജാകർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ആരോ കൊടുത്ത ഖുർആന്റെ മലയാള വ്യാഖ്യാനം വായിച്ച് ആ വായനയിലൂടെയാണ് ഇസ്ലാമിനെ പഠിച്ചത്. അവസാനം വിഗ്രഹങ്ങളോട് വിട പറഞ്ഞ് ആ മനുഷ്യൻ ഇസ്ലാമിലോട്ട് കടന്നു വന്നു 36-ാമത്തെ വയസ്സിൽ. സഹോദരങ്ങളെ, 36-ാമത്തെ വയസ്സിൽ കടന്നു വന്നിട്ട് ആ മനുഷ്യൻ ഇസ്ലാമിനെ പഠിച്ചത് മലയാളത്തിന്റെ വ്യാഖ്യാനം പഠിച്ചിട്ടാ. എത്ര മലയാള വ്യാഖ്യാനം നമ്മുടെ കയ്യിലുണ്ട്. 36-ാമത്തെ വയസ്സിൽ മലയാളത്തിന്റെ വ്യാഖ്യാനം പഠിച്ചിട്ട് ക്ഷേത്രത്തിലെ പൂജാരി ജോലി കളഞ്ഞിട്ട് നെറ്റിയിലെ ചന്ദനക്കുറി മായിച്ച് ആ മനുഷ്യൻ ഇസ്ലാമിലോട്ട് കടന്നു വന്നു. പിന്നെ ആ മനുഷ്യന്റെ ജോലി എന്താ? ആ മനുഷ്യന്റെ ജോലി എന്താ? കേരളത്തിലെ എല്ലാ പള്ളികളിലും കയറിയിറങ്ങി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ് എനിക്കൊന്ന് ബാങ്ക് വിളിക്കണം, എനിക്ക് ബാങ്ക് വിളിക്കണം. മുസ്ലിമായ മനുഷ്യന്റെ ആഗ്രഹം എന്നാ? ബാങ്ക് വിളിക്കണം. സഹോദരങ്ങളെ, പള്ളിയിൽ കയറി ബാങ്ക് വിളിച്ചു. എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതേവരെ ഞാൻ പറഞ്ഞതല്ല. അള്ളയാണ് വലുത്, അള്ളയാണ് വലുത്, അള്ളയാണ് വലുത്. എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട പള്ളിയിൽ അദ്ദേഹം ബാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നോക്കുമ്പോ പാരമ്പര്യ മുസ്ലിമീങ്ങൾ നോക്കുമ്പോ കൈത്തണ്ടയിൽ പച്ച കുത്തിയിട്ടുണ്ട്. ആളുകൾ കഴുത്തിന് പിടിച്ചു. നമ്മുടെ വീര്യം അപ്പോഴാണല്ലോ. ഇവൻ വർഗീയവാദികളുടെ ചാരനാണ്. ഇവന്റെ കൈത്തണ്ടയിൽ പച്ച കുത്തി വെച്ചിട്ടുണ്ട്. ആളുകൾ പിടിച്ചു. വന്നവൻ മുഴുവൻ പള്ളയ്ക്ക് കുത്തി. സഹോദരങ്ങളെ, നമ്മളങ്ങനെയാ. ഒരുത്തനെ പിടിച്ചു നിർത്തിയാ പുറകെ കൂടെ പോയി പള്ളയ്ക്ക് കുത്തലൊരു വിനോദമാണ്. സഹോദരങ്ങളെ, എല്ലാവരും കൈവച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചാരനല്ല, അള്ളാന്റെ ഖുർആൻ പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നടാ. ആരാ ഈ മനുഷ്യൻ എന്നറിയോ? ആ മനുഷ്യനാണ് മലപ്പുറത്തെ തിരൂര് പുതിയങ്ങാടിയിൽ വെട്ടേറ്റ് മരിച്ച ഷഹീദ് യാസർ. മലപ്പുറത്തുകാരൻ ഷഹീദ് യാസർ, മലപ്പുറത്തുകാരൻ ഷഹീദ് യാസർ. സഹോദരങ്ങളെ, പുതിയങ്ങാടിയുടെ തെരുവിൽ വെട്ടേറ്റ് മരിച്ച ഷഹീദ് യാസർ. ആ മനുഷ്യന്റെ കൈത്തണ്ടയിൽ പിടിച്ചപ്പോ എന്നെ അടിക്കല്ലേ, ഞാൻ അള്ളാന്റെ ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിമായടാ. പാരമ്പര്യ മുസ്ലിമീങ്ങൾ നമ്മൾ പറഞ്ഞത് എന്താ? ഇവൻ അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിമായതാണെങ്കിൽ ഇവനെന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കട്ടെ, അപ്പൊ ഇവന്റെ കല്ല് വെളിച്ചത്താകൂല്ലോ. ഒയിരിൽ മഗ്‌ലൂബി അവൻ എങ്ങനെ പറയും? അൽഹംദു അവൻ എങ്ങനെ പറയും? ഒന്ന് കാണട്ടെ. ടെസ്റ്റ് നിശ്ചയിച്ചു പാരമ്പര്യ മുസ്ലിമീങ്ങൾ. അവൻ മഗ്‌രിബിന് ഇമാമത്ത് നിൽക്കട്ടെ. ചെറുപ്പക്കാരെ, ഷഹീദ് യാസർ മഗ്‌രിബിന് ഇമാമത്ത് നിന്നു. കൈകെട്ടിയിട്ട് സൂറത്തുൽ ബഖറയുടെ 16 ആയത്ത് കാണാതെ ഓതി. സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തവരല്ലേ? ഈ പുറകിൽ നിൽക്കുന്ന നിങ്ങളിൽ ആരാ? ഞാൻ ഓതി അത്രയും ആയത്തോതാൻ കഴിയുന്ന ഒരാൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ആ പള്ളിയിലെ മുക്രിക്ക് പോലും കഴിഞ്ഞില്ല. അറിയോ നിങ്ങൾക്ക്? ആ പള്ളിയിലെ മുക്രിക്ക് കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ആ മനുഷ്യനാണ് പാതിരാ സമയത്ത് അല്ലാഹുമ്മ ർസുഖിന ശഹാദ, പടച്ചവനെ എന്നെ ഷഹീദാക്കണേ എന്ന് ദുആ ചെയ്ത് 6 വർഷം കൊണ്ട് 40 പേരെയല്ല 40 കുടുംബത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ഷഹീദ് യാസർ. തട്ടാമ്പടിക്കാരനാണ്. കൂടെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവനെ മുസ്ലിമാക്കി, അസീസാക്കി. അവസാന സഹോദരങ്ങളെ, പാതിരാ സമയത്ത് ദുആ ചെയ്തിറങ്ങുമ്പോ ഭാര്യ സുമയ്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ നെയ്യറിന്റെ പ്രഭാഷണത്തിന് തിരൂർ ചെയ്തപ്പോൾ ഷഹീദ് യാസറിന്റെ വീട്ടിൽ പോയി. ഒരു ഷഹീദിന്റെ വീട്ടിൽ കയറിയപ്പോ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്ന്, പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടി ഷഹീദായതല്ലേ? ആ മനുഷ്യന്റെ വീട്ടിൽ പോയപ്പോ അവരാണ് പറഞ്ഞത്, രാവിലെ ഇറങ്ങാൻ പോകുമ്പോ ഭാര്യ സുമയ്യ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പോകല്ലേ, കുറെ ദിവസമായി ഞാൻ രാത്രിയിൽ പേക്കിനാവ് കാണുന്നു. ആരൊക്കെയോ നിങ്ങളെ വെട്ടിക്കൊല്ലുന്നതായി ഞാൻ കിനാവ് കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ ആ തന്റെ ഭാര്യയുടെ കൈ തട്ടി മാറ്റിയിട്ട്, പൊന്നുമോളെ സുമയ്യ, അള്ളാന്റെ മാർഗത്തിൽ ഒരാള് ഷഹീദായാൽ അവന് 40 പേര് നാളെ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഷഹീദായി. അങ്ങനെ ഒരു ഭാഗ്യമെങ്ങാനും എനിക്ക് കിട്ടിയ നാളെ പൊന്നുമോളെ സുമയ്യ, ആദ്യം നിന്റെ കയ്യിലായിരിക്കും ഞാൻ പിടിച്ചു സ്വർഗത്തിൽ കയറ്റുക. അല്ല, ഒരു ഭാഗ്യം എനിക്ക് തരുമ്പോ നീ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ഭാര്യയുടെ കൈയണിഞ്ഞു. പുതിയങ്ങാടിയിൽ വെട്ടേറ്റ് മരിച്ചു ഷഹീദ് യാസർ. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ വിശ്വസിച്ചൊരു മനുഷ്യൻ ഇതുണ്ടായിരുന്നെങ്കിൽ എന്തേ നമുക്കതില്ല? അള്ളാഹു തൗഫീഖ് നൽകട്ടെ.